വിവിധ ഓഫീസുകളിൽ നിന്നിരിക്കുന്ന ജില്ലാ ഓഫീസർമാർ, ഡയറക്ടർ സീനിയർ പ്രിയമുള്ള പ്രധാന വളരെ വേഗത്തിലാണ് വേഗത്തിൽ സഞ്ചരിക്കപ്പെടും. സൂക്ഷ്മതലത്തിൽ എല്ലാ കാര്യങ്ങളും ആവശ്യമായ ഇടപെടലുകൾ നടത്തി പോകണമെന്നത് വിദ്യാഭ്യാസത്തിലുള്ള മാറ്റം വളരെ ലോകം വേഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ മാറ്റം വളരെ രാജ്യത്തിന്റെ പുരോഗതി വിദ്യാഭ്യാസത്തിന്റെ രാജ്യത്തിന്റെ വികസനം വിദ്യാഭ്യാസത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മ തലത്തിൽ ഇടപെടേണ്ട ഒരു വിദ്യാഭ്യാസ വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി ഒരു വിദ്യാലയത്തിൽ 50-60 അംഗങ്ങൾ സ്റ്റാഫുകളായിട്ട് ഈ 50 പേരെയും സമകരമായ ജോലി തന്നെ. പക്ഷെ നയജാതി പ്രധാന അധ്യാപകർക്ക് ആ രീതിയിലേക്ക് അധ്യാപകരെ കാലാകാലങ്ങളിൽ അധ്യാപകർ നൽകുന്ന ശാക്തീകരണ പ്രവർത്തനം പ്രധാന അധ്യാപകർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ ജാഗ്രതയോടെയും എവിടെയൊക്കെയാണോ എവിടെയൊക്കെയാണോ നമുക്കറിയാം ഒരു 5 വർഷം എവിടെയാണോ അല്പം കുറവ് അനുഭവപ്പെടുന്ന ഒഴിവാക്കി മാറ്റാൻ പദ്ധതികൾ സ്പെഷ്യൽ വിശദമായ പദ്ധതികളിൽ ഓരോ വർഷവും പുതുതായി ആസൂത്രണം ചെയ്യുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു ചെറിയ വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരെയും കൃത്യമായി പരിശോധിക്കും. പ്രൊമോഷൻ അടക്കം മികവ് ആ ജോലിയിൽ എത്രത്തോളം അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്, അടുത്ത പ്രൊമോഷൻ അർഹതയുണ്ട്. ആ രീതിയിൽ ആ സ്ഥാനത്തിന് ഒത്തുവീഴാൻ കഴിഞ്ഞില്ല. ആ സ്ഥാനത്ത് ഈ വിദ്യാഭ്യാസ ആ മാറ്റങ്ങൾ സ്വയം അംഗീകരിക്കാൻ തയ്യാറാവുകയും അതിനുള്ള മനോഭാവം ഒക്കെ നമ്മൾ ഉണ്ടാക്കി രാവിലെ വൈകുന്നേരത്തിലേക്ക് പോകുമ്പോൾ അധ്യാപകരുടെ പ്രവർത്തനമല്ല, കുട്ടികളുടെ ക്ഷേമം, പ്രയാസങ്ങള്, പ്രവർത്തനങ്ങള്, വിവിധ തലങ്ങളിൽ നിന്ന് എഴുതി അതൊക്കെ അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സമീപത്തിൽ
സാധിക്കുമെങ്കിൽ ആ രീതിയിലുള്ള ഒരു മനസ്സുണ്ടാവും. ആ കസേരയിൽ ഇരുന്ന് പ്രധാന അധ്യാപകന്മാർ ഒരു ലീഡർഷിപ്പ് തന്നെയായി ആ രീതിയിൽ ഉയർന്നു വരാൻ പലപ്പോഴും കാണുന്നത് ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് ആ സ്ഥാനത്തെ കുറിച്ച് തിരിച്ചറിയാൻ ഒരു പ്രധാന അധ്യാപകൻ അറിയാനുള്ള ഒരു അധ്യാപകനാകുമ്പോഴേ വിദ്യാലയത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവസരം ചോദിച്ചു വാങ്ങി പങ്കുചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഓരോ പ്രവർത്തനം കൊണ്ടുപോകുന്നത് എന്ന് വളരെ ആത്മവിശ്വാസം പലതരത്തിലുള്ള ചർച്ചകൾ ജനാധിപത്യപരമായ തീരുമാനം കൈക്കൊള്ളാൻ ആ തീരുമാനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി സംശയങ്ങൾക്കുള്ളിൽ നമ്മുടെ ഒരു പ്രധാന അധ്യാപകൻ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള പ്രഥമ സാധ്യത പോലും നാം ഉപയോഗപ്പെടുത്താതെ ഒരു പരിധിവരെ ദൂരീകരിക്കുന്നുണ്ട് കേസ്. ഞാൻ കുറെ എല്ലാ ഗവൺമെന്റ് പ്രധാന അധ്യാപകരും പറയാറുണ്ട് നമ്മുടെ പ്രധാന അധ്യാപകർ അടുത്ത് തന്നെ ഒരു കേസ് സാധാരണ ഈ പുസ്തകത്തിൽ നിന്ന് മാറ്റാൻ കഴിയും. അതിൽ നിന്ന് മാറാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രമല്ല എഡ്യൂക്കേഷൻ നോക്കിയിട്ട് വരുന്ന അധ്യാപകരുടെ വളരെ ഒരുപാട് കാര്യങ്ങൾ തന്നെ തീരുമാനമെടുക്കാൻ അത് പലപ്പോഴും നാം ചെയ്തു. എഡ്യൂക്കേഷൻ സൈഡ് കൃത്യമായി വായിക്കും. നമുക്ക് ഇന്നോ നാളെയോ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന ഉത്തരവുകളെല്ലാം അപ്ലോഡ് ചെയ്ത് ഒരു ഫയൽ നമ്മുടെ അസറ്റായിട്ട് മുന്നിൽ വെക്കുകയാണെങ്കിൽ സംശയ ദൂരീകരണം അതിലൂടെ വിവിധ അത് നടന്നു പോകുന്നത് എന്ന് ഒരു പ്രഥമാധ്യാപകൻ ഉറച്ചു പറയാൻ സാധിക്കണം. ആ രീതിയിലുള്ള പ്രവർത്തനം പ്രഥമാധ്യാപകരുണ്ടാകും. വ്യത്യസ്തമായ പരിശീലനങ്ങളിലൂടെ കടന്നു ഒരുപാട് കഷ്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള അധ്യാപകരാണ് പ്രഥമാധ്യാപകർ. ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വൈദ്യ കുറെ ആൾക്കാർ
എങ്ങനെയാണ് സഹപാഠികളെ ചേർത്ത് വെക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ശിശു സൗഹൃദ സർവീസ് സംബന്ധമായ കൃത്യമായി ശ്രമിച്ചുകൊണ്ട് അതിലെ നല്ല വശങ്ങൾ സംശീകരിച്ചുകൊണ്ട് വിദ്യാലയത്തിലെ മറ്റധ്യാപകർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമായിട്ട് മാറാൻ കഴിയണം. ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ കാലം ആരംഭിച്ചതിന് ശേഷം പൊതുസമൂഹത്തെ നല്ല വിദ്യാലയത്തോട് എത്രത്തോളം രക്ഷിതാക്കളായിട്ട് അധ്യാപകർക്ക് ബന്ധമോ അതിന്റെ ചില കുഞ്ഞുങ്ങളോട് ദൃശ്യമാക്കാൻ നമുക്ക് കഴിയുന്നത് തന്നെയാണ് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ രക്ഷിതാക്കളുമായിട്ടുള്ള നല്ല ബന്ധവും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വിദ്യാലയം സഹജീവനക്കാരുടെ വെച്ചുകൊണ്ട് അവരുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചടങ്ങിൽ സംസാരിക്കാൻ വേണ്ടി